നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മനുഷ്യരുണ്ട്, വെറും വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നവർ. മറ്റുള്ളവരുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത് ഒരു വിനോദമായി കൊണ്ടു നടക്കുന്ന ഇത്തരക്കാരെ ബുദ്ധിമാന്മാർ എങ്ങനെയാണ് നേരിടുന്നത്? തളർന്നു പോകാതെ സ്വന്തം മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ അവർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ജീവിതയാത്രയിൽ ഓരോ ദിവസവും എത്രയോ പേരെ നാം കണ്ടുമുട്ടുന്നു. ചിലർ നമുക്ക് വലിയ പ്രചോദനമാണ്, ഉള്ളിൽ പ്രതീക്ഷയുടെ പുതിയൊരു വെളിച്ചം നിറയ്ക്കുന്നവർ. അവരോട് സംസാരിക്കുന്നത് തന്നെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. എന്നാൽ എല്ലാ കഥയിലുമെന്ന പോലെ ഇവിടെയുമുണ്ട് ചില വില്ലന്മാർ. നെഗറ്റീവ് ചിന്തകൾ കൊണ്ടും വിഷം കലർന്ന വാക്കുകൾ കൊണ്ടും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർ. ശാരീരികമായി ഉപദ്രവിക്കുന്നതിനേക്കാൾ മാരകമാണ് ഇത്തരക്കാരുടെ മാനസികമായ ആക്രമണം. അവർ നമ്മുടെ ആത്മവിശ്വാസത്തെ പതുക്കെ പതുക്കെ കാർന്നുതിന്നും. പക്ഷേ ഇവിടെയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. അവരുടെ വലയിൽ നാം വീണുപോണോ? ദേഷ്യം കൊണ്ട് അവർക്ക് മറുപടി നൽകണോ? അതോ അത്യന്തം ക്ഷമയോടെയും ബുദ്ധിയോടെയും അവരെ അർഹിക്കുന്ന അകലത്തിൽ നിർത്തണോ? നിങ്ങളും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഒരു ബന്ധം എപ്പോഴാണ് വിഷലിപ്തമാകുന്നതെന്ന് തിരിച്ചറിയാനുള്ള വഴികളും ഒപ്പം ആചാര്യ ചാണക്യന്റെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ 13 ശക്തമായ പരിഹാരങ്ങളും ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നു. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഒരിക്കലും തന്റെ ഊർജ്ജം വെറുതെ പാഴാക്കില്ലെന്ന്. ഓരോ പ്രതികരണത്തിനും നമ്മുടെ സമാധാനമാണ് വിലയായി നൽകേണ്ടിവരിക എന്ന് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടുതന്നെ അയാൾ കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ മൗനം പാലിച്ച് അകലം പാലിക്കുന്നു. വിനയൻ ഭൂഷണം പുരുഷസ്യ എന്നാണല്ലോ പ്രമാണം. വിനയം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഭരണമാണ്. എന്നാൽ ആ വിനയം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. സ്വന്തം സമാധാനത്തിന് മുൻഗണന നൽകുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ മോചിതരാകാം എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ പടി എന്നത് ടോക്സിക് പെരുമാറ്റങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നാണിത്. നിങ്ങൾ എന്തു ചെയ്താലും അത് പോരാ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കറിയാമോ? അതൊരു സുഹൃത്തോ പങ്കാളിയോ കുടുംബാംഗമോ ആരുമാകാം. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തെയും അവർ ചോദ്യം ചെയ്യും, നിങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തും. ഒടുവിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ടോക്സിക് സ്വഭാവം. ഇത്തരക്കാർ വൈകാരികമായ പരാതങ്ങളെപ്പോലെയാണ്. നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചോർത്തിയെടുക്കും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നോ, നീ എന്താ ഇത്ര സെൻസിറ്റീവ് ആകുന്നത് എന്നോ ഒക്കെ ചോദിച്ച് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിസ്സാരവൽക്കരിക്കും. തങ്ങളെപ്പോഴും ഇരകളാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് പ്രത്യേക കഴിവാണ്. ഇവിടെ ചാണക്യൻ നൽകുന്ന പാഠം വളരെ ലളിതമാണ്. മോശം വ്യക്തികളുടെ വാക്കുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവ കേൾക്കാൻ പോലും നിൽക്കരുത്. നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുന്നവരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇത് നിങ്ങളോട് കാണിക്കുന്ന അനാദരവാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ. രണ്ടാമത്തെ പടി, ഇത് നിങ്ങളുടെ കുറ്റമല്ലെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക എന്നതാണ്. ടോക്സിക്കായ ആളുകൾ നിങ്ങളോട് മോശമായി പെരുമാറുന്നത് നിങ്ങളുടെ കുറവുകൊണ്ടല്ല, മറിച്ച് അത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ്. സ്വന്തം ജീവിതത്തിലെ അസംതൃപ്തിയും ദേഷ്യവും മറ്റുള്ളവരുടെ മേൽ തീർക്കുന്നവരാണവർ. അവരെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, പക്ഷേ അവരുടെ പെരുമാറ്റത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ചാണക്യനീതിയിൽ പറയുന്നതുപോലെ, ദുഷ്ടനായ മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, എന്നാൽ ബുദ്ധിമാൻ സ്വയം തിരുത്താൻ ശ്രമിക്കും. അവർക്ക് വേണ്ടത് നിങ്ങളുടെ വൈകാരികമായ പ്രതികരണമാണ്. എപ്പോൾ നിങ്ങൾ തളരുന്നുവോ അപ്പോൾ അവർ വിജയിക്കുന്നു. അതിനാൽ അവരുടെ പെരുമാറ്റം വ്യക്തിപരമായി എടുക്കാതിരിക്കുക. അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളെത്തന്നെ സംരക്ഷിക്കുക എന്നതാണ്. മൂന്നാമതായി വേണ്ടത് ശക്തമായ അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അവരുമായി ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുക എന്നതാണ്. ടോക്സിക് ആളുകൾക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് നിങ്ങൾ നോ എന്ന് പറയുമ്പോഴാണ്. കാരണം അപ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സമയവും സമാധാനവും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഒരാൾക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ സമാധാനം കെടുത്താൻ അവകാശം നൽകരുത്. അനാവശ്യമായി ഫോൺ വിളിക്കുന്നതോ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതോ അനുവദിക്കരുത്. ഒരു കുറ്റബോധവും കൂടാതെ ഇല്ല എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പൊയ്ക്കോളും. നാലാമത്തെ പടി, പ്രതികരിക്കാതിരിക്കാൻ പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണിത്. ടോക്സിക് ആളുകൾക്ക് വേണ്ടത് നിങ്ങളുടെ ദേഷ്യമോ സങ്കടമോ ആണ്. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് ഒരുതരം സുഖം ലഭിക്കുന്നു. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിന് മറുപടി നൽകുന്നതിനു മുൻപ് മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കണമെന്ന്. ചിന്തിക്കാതെ നൽകുന്ന മറുപടികൾ പലപ്പോഴും നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ചത് നിങ്ങളുടെ വലിയൊരു കരുത്താണ്.
മൗനം പാലിക്കുന്നതിലൂടെ നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ അവരുടെ മോശം വാക്കുകൾക്ക് കഴിയില്ല എന്നത് തന്നെ. സ്വന്തം ക്രോധത്തെ മെരുക്കാൻ പഠിച്ചവനു മുന്നിൽ ഏതൊരു ശത്രുവും അനായാസം മുട്ടുമടക്കുമെന്ന് ചാണക്യൻ പണ്ടേ പറഞ്ഞുവെച്ചിട്ടുണ്ട്. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ അനാവശ്യമായി കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നു എന്ന് കരുതുക. അവിടെ അവർ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പൊട്ടിത്തെറിയാണ്. എന്നാൽ ആ നിമിഷം യാതൊരു പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ആകുലപ്പെടാതെ തികഞ്ഞ നിശബ്ദതയോടെ അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ ഈ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധം. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ അവരുടെ ഓരോ പ്രകോപനവും വെറും പാഴാവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത്തരക്കാരുടെ അധികാരത്തെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഈ മൗനത്തിലൂടെയാണ്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും കൃത്യമായ പരിശീലനത്തിലൂടെ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇനി മുതൽ ആരെങ്കിലും നിങ്ങളെ ചൊടിപ്പിക്കാൻ വന്നാൽ ഒരു ദീർഘശ്വാസമെടുത്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നോ ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നോ പക്വതയോടെ പറഞ്ഞ് അവിടെ നിന്ന് മാറുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കുക എന്നത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ കൈകടത്താൻ മറ്റൊരാളെയും അനുവദിക്കരുത്. ഒരു ഉറച്ച കല്ലുപോലെ നിശ്ചലനായി നിൽക്കുക എന്നതാണ് ഇതിലെ 5ാമത്തെ ചുവടുവെപ്പ്. ജീവിതത്തിൽ അനാവശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവർക്കായി മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു തികഞ്ഞ ബോറനായി അഭിനയിക്കുക. എപ്പോഴും തർക്കങ്ങളും നാടകീയതയും ആഗ്രഹിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മരുന്നാണിത്. നിങ്ങളുടെ ഊർജ്ജവും ശ്രദ്ധയും കവർന്നെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവിടെയാണ് നിങ്ങളൊരു കല്ലിനെപ്പോലെ മാറേണ്ടത്. യാതൊരു പ്രതികരണവുമില്ലാതെ തികഞ്ഞ വിരസതയോടെ നിലകൊള്ളുക. ശാന്തമായിരിക്കുന്നവൻ ശത്രുവിനെപ്പോലും നിഷ്പ്രഭനാക്കുമെന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ഈ ശാന്തത നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുമ്പോൾ എതിരാളിയുടെ ആത്മവിശ്വാസം തകരുകയാണ് ചെയ്യുന്നത്. അവർ പ്രകോപിപ്പിക്കുമ്പോൾ വളരെ ലളിതമായും നിസ്സംഗമായും മാത്രം മറുപടി നൽകുക. നിങ്ങൾ പ്രകോപിതനാകുമെന്ന് കരുതി വരുന്നവരുടെ തന്ത്രങ്ങളെ നിസ്സംഗത കൊണ്ട് നേരിടുക. ചാണക്യൻ പറഞ്ഞതുപോലെ വിഡ്ഢികളുമായുള്ള തർക്കം തീയിൽ എണ്ണയൊഴിക്കുന്നതുപോലെയാണ്. അതവരെ ആവേശം കൊള്ളിക്കുകയും നിങ്ങളെ തളർത്തുകയും ചെയ്യും. അതിനാൽ അവരുടെ നാടകങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു കലയാണ്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. 6ാമത്തെ മാർഗത്തെ നമുക്ക് ബ്രോക്കൺ റെക്കോർഡ് തന്ത്രം എന്ന് വിളിക്കാം. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ചിലർ നമ്മളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാറുണ്ട്. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നവർക്ക് മുന്നിൽ കേടായ ഒരു റെക്കോർഡ് പ്ലെയർ പോലെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുക. എനിക്കിതിന് താൽപ്പര്യമില്ല എന്ന് ശാന്തമായി വ്യക്തമാക്കുക. അവർ എത്ര തവണ ചോദിച്ചാലും ദേഷ്യപ്പെടാതെ ഇതേ വാചകം തന്നെ ആവർത്തിക്കുക. മാറ്റമില്ലാത്ത നിങ്ങളുടെ ഈ നിലപാടിനു മുന്നിൽ ഒടുവിൽ അവർക്ക് പിന്മാറേണ്ടിവരും. ശത്രു ആവർത്തിച്ച് ആക്രമിക്കുമ്പോൾ ഒരേ പരിച കൊണ്ട് പ്രതിരോധിക്കണമെന്ന ചാണക്യവചനം ഇവിടെ ഏറെ പ്രസക്തമാണ്. 7ാമതായി, ജീവിതത്തിൽ വിഷം കലർത്തുന്നവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുക. നിങ്ങൾ എത്ര സ്നേഹിച്ചാലും ചിലർ നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമാകും എന്ന കൈപ്പേറിയ സത്യം തിരിച്ചറിയുക. അവർ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നശിപ്പിക്കുന്നവരാണ്. അവരിൽ നിന്ന് അകലുന്നത് അവരെ വെറുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുമാകട്ടെ, ഇടപെടുന്നതിൽ കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ടാവണം. ദോഷകരമായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതാണ് ബുദ്ധിയെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. 8ാമത്തെ കാര്യം, നിങ്ങൾക്ക് ചുറ്റും കരുത്തുറ്റ ഒരു സുഹൃദ്വലയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തി തങ്ങളിൽ മാത്രം ആശ്രിതരാക്കാൻ പലരും ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങളെ മാനിക്കുന്നവരും കൂടെ നിൽക്കുന്നവരുമുണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. 9ാമതായി, സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അഥവാ സെൽഫ് കെയർ എന്നതിനെ ജീവിതത്തിലെ മുൻഗണനയാക്കി മാറ്റുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ഓടുമ്പോൾ സ്വന്തം മാനസികാരോഗ്യം മറന്നുപോകരുത്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനും സ്വന്തമായി സമയം കണ്ടെത്താനും ശീലിക്കുക. നിങ്ങളുടെ സന്തോഷം കെടുത്തുന്നവരിൽ നിന്ന് മാറി മനസ്സിനെ ഉന്മേഷവത്താക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10ാമത്തെയും അവസാനത്തെയും കാര്യം, എല്ലാവരെയും നന്നാക്കാൻ തനിക്ക് കഴിയില്ലെന്ന തിരിച്ചറിവാണ്. മറ്റൊരാളുടെ സ്വഭാവം മാറ്റുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ അവരുടെ വലയിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. സ്വയം മാറാൻ ആഗ്രഹിക്കാത്ത ഒരാളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ തിരുത്താൻ സമയം കളയാതെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് യഥാർത്ഥ ബുദ്ധിമാന്റെ ലക്ഷണം. മാറാൻ മനസ്സില്ലാത്ത ഒരാളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് വെറും പാഴ്വേലയാണെന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ വെറുതെ വ്യാകുലപ്പെട്ട് സമയം കളയുന്നത് നമുക്കിനി അവസാനിപ്പിക്കാം. പകരം നമ്മെത്തന്നെ തിരുത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗം. മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. എന്നാൽ സ്വന്തം മനസ്സിനെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാം എന്ന മോഹം ഉപേക്ഷിച്ച് സ്വന്തം പരിമിതികളെയും പ്രതികരണങ്ങളെയും മെച്ചപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കപ്പെടുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനോ അധ്വാനത്തിനോ അർഹമായ വില നൽകാത്ത വ്യക്തികൾക്കായി ഇനി ഒട്ടും സമയം കളയേണ്ടതില്ല. വിഷലിപ്തമായ സ്വഭാവമുള്ള അഥവാ ടോക്സിക്കായ ആളുകളെ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവരുടെ സ്വാധീനത്തിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകും. തകർന്നുപോയ ആത്മാക്കളെ തുന്നിച്ചേർക്കലല്ല നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് അർഹമായ മൂല്യവും ബഹുമാനവും ലഭിക്കുന്ന ബന്ധങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ വൈകാരികമായ അധ്വാനത്തെ അവഗണിക്കുന്ന ഇടങ്ങളല്ല. 11ാമത്തെ ചുവടുവെപ്പ് എന്നത് നിങ്ങളുടെ മനസ്സിന്റെ കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇവിടെയാണ് യഥാർത്ഥ മാനസിക മാറ്റം സംഭവിക്കുന്നത്. ടോക്സിക്കായ ആളുകൾ വളരെ തന്ത്രപൂർവ്വം അവരുടെ വഴക്കുകളുടെയും പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കും. വസ്തുതകളെ വളച്ചൊടിച്ച് എല്ലാ തെറ്റുകൾക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ അവർക്ക് മടിയുണ്ടാകില്ല. പക്ഷെ സത്യം മറ്റൊന്നാണ്, തെറ്റ് നിങ്ങളുടേതല്ല, അവരുടേതാണ്. ചാണക്യനീതി പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പിടിച്ചുകെട്ടാൻ നമുക്കാവുമെന്നാണ്. ഇതിനെ മെന്റൽ റീഫ്രെയിമിംഗ് എന്ന് വിളിക്കാം. നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്ന ഒരാളുമായി നിങ്ങൾ തർക്കത്തിലേർപ്പെടുകയാണെന്ന് സങ്കൽപ്പിക്കുക. ഇനി മുതൽ അവരുടെ വാക്കുകളെ ഹൃദയത്തിലേക്ക് എടുക്കരുത്. അവരുടെ വിമർശനങ്ങൾ നിങ്ങളുടെ കുറവല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ പേടിയുടെയും അരക്ഷിതാവസ്ഥയുടെയും പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുക. ഇത്തരമൊരു കാഴ്ചപ്പാടുണ്ടായാൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സമാധാനം കെടുത്താൻ കഴിയില്ല. ചിലർ നിങ്ങളെ മാനസികമായി തളർത്താനും നിങ്ങളുടെ തന്നെ തീരുമാനങ്ങളിൽ സംശയം ജനിപ്പിക്കാനും ശ്രമിച്ചേക്കാം. എന്നാൽ ഇത് എന്റെ തെറ്റല്ല, അവരുടെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ തിരിച്ചുപിടിക്കുകയാണ്. അടുത്ത തവണ ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതികരിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കുക. ഇത് നിങ്ങളുടെ തെറ്റാണോ അതോ അവരുടെ ഉള്ളിലെ പോരാട്ടമാണോ? ഭൂരിഭാഗം സമയവും അത് അവരുടെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. 12ാമത്തെ ചുവടുവെപ്പ് സ്വന്തം സമാധാനത്തിനു വേണ്ടിയുള്ള ക്ഷമയാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം അമ്പരപ്പ് തോന്നാം, പക്ഷേ ശ്രദ്ധിക്കുക. ഇവിടെ ക്ഷമ എന്നത് ആ ടോക്സിക് വ്യക്തിക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ശാന്തിക്കു വേണ്ടിയുള്ള ഒന്നാണ്. അവരുടെ തെറ്റുകൾ മറക്കണമെന്നോ അവർ ചെയ്തതിനെ ന്യായീകരിക്കണമെന്നോ ഇതിനർത്ഥമില്ല. പകരം അവരുടെ പെരുമാറ്റം മൂലം നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ദേഷ്യവും വെറുപ്പും വേദനയും അങ്ങ് ഉപേക്ഷിക്കുക എന്നാണ്. മറ്റൊരാളോടുള്ള വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് സ്വയം വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഒരുപക്ഷെ സമാധാനമായി ഉറങ്ങുന്നുണ്ടാകാം, എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ രാത്രികൾ നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ ദേഷ്യം അവരെയല്ല, നിങ്ങളെയാണ് മുറിവേൽപ്പിക്കുന്നത്. ഇവിടെയാണ് ചാണക്യൻ പറയുന്നത്, ക്ഷമ എന്നത് നമ്മെത്തന്നെ മാനസിക ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന്. മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളുടെ സന്തോഷത്തെയും മൂഡിനെയും നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഇത് തുടങ്ങാം. ചെറിയ പരിഹാസങ്ങളെയും മോശം കമന്റുകളെയും അവഗണിക്കാൻ ശീലിക്കുക. കാലക്രമേണ വലിയ വേദനകളെപ്പോലും മറികടക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകും. ഇത് നിങ്ങൾക്കായി ചെയ്യുന്ന ഏറ്റവും വലിയ കരുതലാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ അവിടെ സന്തോഷത്തിന് പുതിയ ഇടങ്ങൾ ജനിക്കും. 13ാമത്തെ ചുവടുവെപ്പ് എന്നത് ചിലരെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുക എന്നതാണ്. ഇത് ഏറ്റവും കഠിനവും എന്നാൽ കരുത്തുറ്റതുമായ തീരുമാനമാണ്. ചില ബന്ധങ്ങൾ അതെത്ര പഴയതായാലും എത്ര അടുത്തുനിന്നതായാലും അവ നിങ്ങളെ തളർത്തുകയാണെങ്കിൽ ഉപേക്ഷിക്കുക തന്നെ വേണം. നിങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയും നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് കളിക്കുകയും ചെയ്യുന്ന ഒരാളെ കൂടെ കൂട്ടുന്നത് ബുദ്ധിയല്ല. ഒരാളെ ഒഴിവാക്കുന്നത് നിസ്സഹായതയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ടോക്സിക്കായ ആളുകൾ നിങ്ങളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിട്ടേക്കാം, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു എന്ന് സ്വയം ബോധ്യപ്പെടുക. വിഷം പോലെ പെരുമാറുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക, കാരണം വിഷത്തിന്റെ സാമീപ്യം പോലും അപകടകരമാണ് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പങ്കാളി നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം എത്ര ശ്രമിച്ചാലും നന്നാകില്ല. അവിടം വിട്ടിറങ്ങുന്നത് എളുപ്പമല്ലായിരിക്കാം. സങ്കടവും പേടിയും നിങ്ങളെ പിൻവലിച്ചേക്കാം. എങ്കിലും നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. ചാണക്യൻ ഉപദേശിക്കുന്നതുപോലെ സ്വന്തം നന്മയ്ക്കായി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾക്ക് മറ്റുള്ളവരെ പഴി പറയരുത്. മോശം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സുഖപ്പെടാൻ കഴിയില്ല. ചില ബന്ധങ്ങൾ രക്ഷിച്ചെടുക്കാൻ കഴിയാത്തവയാണ്, അത് സമ്മതിക്കുന്നതിൽ തെറ്റില്ല. തോറ്റുകൊടുക്കലല്ല ഇത്, മറിച്ച് സ്വന്തം ജീവിതം സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാനുള്ള തീരുമാനമാണ്. ഈ 13 ചുവടുവെപ്പുകൾ ടോക്സിക് സ്വഭാവങ്ങളെ തിരിച്ചറിയുക, അതിർവരമ്പുകൾ നിശ്ചയിക്കുക, അനാവശ്യമായി പ്രതികരിക്കാതിരിക്കുക, ക്ഷമ ശീലിക്കുക, ഒടുവിൽ ആവശ്യമെങ്കിൽ ഉപേക്ഷിക്കുക, ഇവയിലൂടെ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ സമാധാനം തിരിച്ചുപിടിക്കാം. മറ്റുള്ളവരെ നന്നാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. നിങ്ങളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏറ്റവും വലുത്. ആത്മാഭിമാനമുള്ള ഒരാളെ മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് തളർത്താനാവില്ല എന്ന ചാണക്യവചനം എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ബന്ധങ്ങളാണ് നിങ്ങൾ അർഹിക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്.